കടയിൽ അതിക്രമിച്ചു കയറി പിതാവിനെയും മകനെയും തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഇരുവരും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരുമ്പാവൂർ ജ്യോതി ജംഗ്ഷന് സമീപത്തുള്ള AR സ്റ്റോഴ്സ് എന്ന മുറുക്കാൻകട നടത്തുന്ന കണ്ടന്തറ സ്വദേശികളായ 40 വയസ്സുകാരൻ മുഹമ്മദ് നാജിം, മകൻ 24 വയസ്സുകാരൻ അഫ്താബ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. 3 മാസം മുമ്പ് കടയുടെ മുമ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോഡിംഗ് തൊഴിലാളികളുമായി തർക്കമുണ്ടായി. ആ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കടയിൽ അതിക്രമിച്ചു കയറി പരിക്കേൽപ്പിക്കുവാൻ കാരണം. കല്ല് തോർത്തിൽ കെട്ടിയാണ് ഇരുവരെയും ആക്രമിച്ചതെന്ന് അഫ്താബ് പറഞ്ഞു. ഒരു 3 മാസം മുന്നേ കടയിലടുത്തായിട്ട് നമുക്ക് ലോഡിങ്ങുകാരനായിട്ട് ചെറിയൊരു വണ്ടിയുടെ കേസും പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വണ്ടി നമ്മുടെ കടയുടെ സൈഡിൽ വെച്ചേക്കാറുണ്ട്. അപ്പം നമുക്ക് വേറെ കടയിലേക്കുള്ള ലോഡ് വരാനുണ്ടായി. അപ്പം ഞങ്ങൾ അവിടുത്തെ ലോട്ടുകാരുടെ പറഞ്ഞു ഇത് ആരുടെ വണ്ടിയാണ് ഒന്ന് മാറ്റാൻ പറയാമോ നമ്മൾ ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് അത് എങ്ങാണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എൻ്റെ വാപ്പയുടെ മേത്തേക്ക് കയറി. അന്നേരം ഞാൻ വന്നപ്പോൾ ഈ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏത് മകനായാലും അവൻ്റെ വാപ്പയുടെ കോളർ കയറി ഒത്തന്നെ പിടിക്കാനും തല്ലാൻ വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കില്ല. അപ്പോൾ ഞാൻ വന്നതും മാറ്റി പുള്ളീനെ. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ അത് പിന്നീട് ആൾക്കാർക്ക് വിളിച്ചിട്ട് പുള്ളി വന്ന് വാപ്പച്ചീനെ തല്ലിയായിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഇന്ന് പുള്ളി എന്നെ കാണുന്നു. അതായത് കടയുടെ അടുത്ത് വന്നിട്ട് എന്നെ പിടിച്ച് മർദ്ദിക്കുകയും എൻ്റെ ഷർട്ട് കീറുകയും തല പൊട്ടിക്കുകയും ഒരു 3 പേരുണ്ടായി. CITയുടെ ലോഡിങ് കാരണവർ അവർ തോർത്തിൽ കല്ല് കെട്ടിയിട്ടാണ് എന്നെ തലയ്ക്ക് മർദ്ദിച്ചത്. എൻ്റെ വാപ്പച്ചിക്ക് തലയിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആശുപത്രി വന്നേക്കാണ് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ പോലീസായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മുഹമ്മദ് നാജിമിൻ്റെ തലയിൽ 7 സ്റ്റിച്ചുണ്ട്. പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.